അപ്പം നമ്മുടെ കുക്കറിനകത്തെ ഒരു വിസിലടിച്ച ഒരു കുക്കർ ദം ബിരിയാണി റെഡി. അതൊന്ന് നോക്കി നോക്കിയാലോ? വാ, എന്തായാലും നോക്കാം. 1 കിലോ ചിക്കൻ ആട്ടോ നമ്മൾ എടുത്തത്. അപ്പം കഴുകി വെച്ച ചിക്കനകത്തോട്ടേ നമ്മൾ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതിനാവശ്യമുള്ള മഞ്ഞപ്പൊടിയും അതിനാവശ്യമുള്ള ഉപ്പും, പിന്നെ ഒരു ചെറുനാരങ്ങ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ചിക്കനകത്തോട്ട് ഇടാം. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ടേ ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ചു നേരം മാറ്റി വെക്കാം. നമ്മളെ ഇപ്പം മാറ്റി വെക്കുന്നൊന്നുമില്ല, ഇപ്പൊ റെഡിയിൽ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. സമയമുണ്ടെങ്കിൽ ഇത് കുറച്ചു നേരം മാറ്റി വെക്കാം. നമ്മുടെ കുക്കറിനകത്തോട്ടേ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് നന്നായി ചൂടായി വരുമ്പോഴേ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ടേ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ ആദ്യം നമ്മൾ എണ്ണയും ഈ നെയ്യും ഒക്കെ ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഇടേണ്ടതാണ് കേട്ടോ. നമ്മൾ മറന്നു പോയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇടുവാണേ. അപ്പം മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലം എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വഴന്നു വരുമ്പോഴേ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം തക്കാളിയും കൂടി ഇട്ട് ഇതിന്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴേ നമുക്ക് ഈ ചിക്കനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തൈരും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. കുക്കർ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിക്കണ്ട, അപ്പത്തേക്ക് നമ്മൾ ഇത് തുറന്നു വിട്ടിട്ട് നമുക്ക് ചിക്കൻ ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കുറച്ച് വെന്ത് വരുമ്പോഴേ നമുക്ക് അരിഞ്ഞു വെച്ച ഈ മല്ലിച്ചപ്പ് ഇതിന്റെ പുറത്തോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം. ഈ ചിക്കനകത്തുനിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഈ അരിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പം ഇതിനകത്ത് ഉപ്പ് കറക്റ്റ് ആണെന്നും കൂടി നമ്മൾ മറന്നു പോകാതെ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത ബിരിയാണി കഴിക്കേണ്ടി വരും. അപ്പൊ നോക്കാം. വിസിലൊക്കെ അടിച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഉഷാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ചൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോഴേ ഇത് നല്ല ചൂടോടെ കഴിച്ചാൽ ടേസ്റ്റ് കൂടും. എപ്പോഴാ നമുക്കൊരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും തോന്നാം. ഒരാളൊരു ആഗ്രഹം പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടേ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കുഞ്ഞ് ഐറ്റം കേട്ടോ. അധികം എണ്ണയൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞു ബിരിയാണി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയേ. അപ്പം എന്തായാലും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളിത് കുറച്ച് കഴിച്ചിട്ടേ കിടക്കാൻ പോകട്ടോ. എന്നാൽ ഓക്കെ കേട്ടോ, ബൈ.